സത്യവിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്ന ലിശ്ശൈത്താനി ലമ്മതൻ ബിബ്നി ആദം, പിശാചിന് മനുഷ്യനോടൊപ്പം ഉണ്ടാകുന്ന, ഷൈത്താനിന് മനുഷ്യനോടൊപ്പം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ മനുഷ്യന്റെ മേൽ ചില കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കാൻ പറ്റുന്ന ചില സമയങ്ങളുണ്ട്. വലിൽ മലക്കി ലമ്മതൻ, അതുപോലെ തന്നെ ഒരു മലക്കിനും മനുഷ്യനോടൊപ്പം ഉണ്ടാകുന്ന ചില സമയങ്ങളുണ്ട്. ഫമ്മ ലമ്മത്തു ശൈത്താൻ, പിശാചിന് മനുഷ്യനോടൊപ്പം ഉണ്ടാകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഫഇആദു ബിശ്ശർരി വതക്ദീബുൻ ബിൽ ഹഖ്, ആ പിശാച് ചെയ്യുന്നത് ഷർറിലേക്ക് വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുകയും പാപത്തിലേക്ക് വീണ്ടും വീണ്ടും നയിക്കുകയും അതുപോലെ തന്നെ ഹക്കിനെ കളവാക്കിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വമ്മ ലമ്മത്തുൽ മലക്, എന്നാൽ മലക്കൊപ്പം ഉണ്ടാകുമ്പോഴോ ഫഇആദുൻ ബിൽ ഖൈരി വതസ്ദീഖുൻ ബിൽ ഹഖ്, ഖൈറിലേക്ക്, നന്മയിലേക്ക് വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്ന അവസ്ഥയും അതുപോലെ തന്നെ ഹക്കിനെ സത്യപ്പെടുത്തുന്ന അവസ്ഥയുമാണ് ഉണ്ടാവുക. എന്നിട്ട് പറഞ്ഞു, ഫമൻ വജദ ദാലിക്, ആരെങ്കിലും നന്മയിലേക്കുള്ള കൂടുതൽ പ്രേരണയും അതുപോലെ തന്നെ സത്യത്തിനെ അംഗീകരിക്കാനുള്ള അവസ്ഥയും കണ്ടെത്തുകയാണെങ്കിൽ ഫല്യഅലം, അവൻ മനസ്സിലാക്കട്ടെ, അന്നഹു മിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്നുള്ള ഒരു ഔദാര്യമാണ്, ഒരു അനുഗ്രഹമാണ്. ഫല്യഹ്മദില്ലാ, അവൻ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. വമൻ വജദൽ ഉഖ്റ, അതല്ലാത്തൊരവസ്ഥയാണ്, പിശാചൊപ്പമുള്ളത് പോലെയാണ് അവൻ അനുഭവിക്കുന്നതെങ്കിൽ ഫലിയതഅവ്വദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, പിശാചിൽ നിന്ന് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ തേടട്ടെ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു സൂറത്തുൽ ബഖറയിലെ ഈ ആയത്ത്, അശ്ശൈത്താനു യഅഇദുകുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ശാ, പിശാച് ചെയ്യുന്നത് ദാരിദ്ര്യത്തെ പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുകയും അതുപോലെ തന്നെ പിശുക്കിനെ കൽപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. വല്ലാഹു യഅഇദുകും മഗ്ഫിറ, അല്ലാഹു അതാ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് അവന്റെ പാപമോചനമാണ്. മിൻഹു വഫദ്ലൻ വല്ലാഹു വാസിഉൻ അലീം, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഔദാര്യവും അല്ലാഹു വിശാലതയുള്ളവനും എല്ലാം അറിയുന്നവനാണെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന രണ്ട് ഘട്ടങ്ങളാണത്. ചില സമയങ്ങളിൽ പിശാചിന്റെ വസ്വാസുകൾ, പ്രേരണകൾ ധാരാളമായി ഉണ്ടായി പാപങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം ഉണ്ടാകുന്ന, അതിലേക്ക് നയിക്കപ്പെടുന്ന അവസ്ഥ. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറാൻ പ്രേരണയേകുന്ന മലക്ക് നമ്മുടെ ഒപ്പം ഉണ്ടാകുന്നത് പോലത്തെ അവസ്ഥ. ഈ രണ്ടവസ്ഥകളും നമുക്കുണ്ടാകും. ഇനി സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസി അവന്റെ ഒപ്പം ഉണ്ടാകുന്ന പിശാചിനെ, സത്യവിശ്വാസിയുടെ ശൈത്താനിനെ എങ്ങനെയാണ് അവൻ കണ്ടെത്തുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആ പിശാചിന്റെ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറയുകയുണ്ടായി, ഇന്നൽ മുഅ്മിന ലയുംദി ശയാതീനഹു കമാ യുംദി അഹദുകും ബഈറതൻ ഫിസ് സഫർ, പിശാച് സത്യവിശ്വാസിയുടെ കൂടെയുള്ള പിശാചുക്കളെ ശോഷിപ്പിക്കും, ക്ഷീണിപ്പിക്കും. ഏതുപോലെ? നിങ്ങളിൽ ഒരാൾ യാത്രയിൽ നിങ്ങളുടെ ഒട്ടകത്തിനെ ക്ഷീണിപ്പിക്കുന്നത് പോലെ. ഒരു യാത്രയ്ക്ക് വേണ്ടി മൃഗത്തിന് മേലെ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മൃഗത്തിന്, ആ ഒട്ടകത്തിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ക്ഷീണമുണ്ടാകും, അതുപോലെ തന്നെ ശോഷിക്കുകയും ചെയ്യും. അതുപോലെ സത്യവിശ്വാസി അവന്റെ ശൈത്താനിനെ ആക്കി തീർക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ലിഅന്നഹു, ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുല്ലമാ അഅ്തറബഹു, എപ്പോഴെല്ലാം പിശാച് അവനെ തിന്മയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുമ്പോഴും അവനോടൊപ്പമുള്ള ശൈത്താൻ അവനെ പാപങ്ങളിലേക്ക് നയിക്കുമ്പോഴും സബ്ബ അലൈഹി സിയാത ദിക്ർ, ആ സത്യവിശ്വാസി അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയുടെ ചാട്ട കൊണ്ട് ആ പിശാചിന്റെ മേലെ പ്രഹരമേൽപ്പിക്കും, അവന്റെ ശൈത്താനിന്റെ മേലെ. വതവജ്ജുഹ്, അല്ലാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ട് ആ സത്യവിശ്വാസി അവന്റെ ശൈത്താനിനെ പ്രഹരമേൽപ്പിക്കും. വലിസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ കൊണ്ട് പാപമോചനം തേടിക്കൊണ്ട് ആ ചാട്ട കൊണ്ട് ആ പിശാചിന്റെ മേലെ അവൻ പ്രഹരമേൽപ്പിക്കും. വത്താഅ, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ആ രീതിയിൽ പ്രഹരമേൽപ്പിക്കും. എന്നിട്ട് പറയാണ്, ഫശയാതീനുഹു മഅഹു, സത്യവിശ്വാസിയുടെ ശൈത്താൻ അവനോടൊപ്പമുള്ളവൻ ഫി അദാബിൻ ശദീദ്, കഠിനമായ ശിക്ഷയിലായിരിക്കും, കഠിനമായ ശിക്ഷ അനുഭവിക്കുന്ന അവസ്ഥയിലായിരിക്കും. എന്നിട്ട് പറഞ്ഞു, ലൈസ ബിമൻസിലത്തി ശൈത്താനിൽ ഫാജിർ, ഒരു ഫാജിറിനോടൊപ്പം, തെമ്മാടിയായി ജീവിക്കുന്ന ഒരാളുടെ ഒപ്പം ഉണ്ടാകുന്ന ശൈത്താനിനെ പോലെയാകില്ല. അല്ലദീ ഹുവ മഅഹു ഫി റാഹത്തിൻ വദഅത്തിൻ, ആ ഫാജിറിനോടൊപ്പമുള്ള ശൈത്താനിന്റെ അവസ്ഥ എന്താണ്? അവൻ എല്ലാ സന്ദർഭത്തിലും റാഹത്തിലായിക്കൊണ്ട്, സമാധാനത്തിലായിക്കൊണ്ട്, രക്ഷയിലായിക്കൊണ്ടായിരിക്കും. വലിഹാദാ യകൂനു ഖവിയ്യൻ ആതിയൻ ശദീദ, ഈ കാരണത്താൽ ആ ഫാജിറിനൊപ്പമുള്ള ശൈത്താൻ ഏറ്റവും ശക്തനായി മാറിത്തീരുകയും ചെയ്യും. സഹോദരങ്ങളെ, നാം ചിന്തിക്കുക, സത്യവിശ്വാസിയുടെ ശൈത്താനുമുണ്ട്, ഫാജിറിന്റെയും കാഫിറിന്റെയും ശൈത്താനുമുണ്ട് ഒപ്പം ഉണ്ടാകുന്നത്. നമ്മുടെ കൂടെയുള്ള ശൈത്താനിനെ ഏത് തരത്തിലാണ് നാം പരിഗണിക്കുന്നത് എന്ന്, അവനെ ശോഷിപ്പിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവിനുള്ള അനുസരണം കൊണ്ട് ശിക്ഷിക്കുകയും ചെയ്യുകയാണോ? അതല്ല, അവൻ എല്ലാ വകയുമുള്ള സുഖസൗഖ്യത്തോടു കൂടിയുള്ള ഒരു ജീവിതം നമ്മോടൊപ്പം ഉണ്ടാവുകയാണോ ചെയ്യുന്നത്? ഈ ഹദീസിനെ തഫ്സീർ ചെയ്തുകൊണ്ട് തന്നെ ഇതിന്റെ ആശയത്തെ മനസ്സിലാക്കി തരുന്ന ഒരു അസർ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന ശൈത്താനൽ മുഅ്മിൻ യൽഖാ ശൈത്താനൽ ഫാജിർ, മുഅ്മിനിന്റെ ശൈത്താനും ഫാജിറിന്റെ ശൈത്താനും തമ്മിൽ കണ്ടുമുട്ടും. ഫയറാ ശൈത്താനൽ മുഅ്മിൻ ഷാഹിബൻ അഗ്ബറ മഹ്സൂലൻ, സത്യവിശ്വാസിയുടെ ശൈത്താനിനെ ഫാജിറിന്റെ ശൈത്താൻ കണ്ടെത്തുന്നത് ക്ഷീണിതനായിക്കൊണ്ട്, കറുത്തിരണ്ടവനായിക്കൊണ്ട്, ദുർബലനായിക്കൊണ്ടായിരിക്കും. ഫയഖൂലു ലഹു ശൈത്താനുൽ കാഫിർ, അപ്പൊ കാഫിറിന്റെ ശൈത്താൻ സത്യവിശ്വാസിയുടെ ശൈത്താനോട് ചോദിക്കും, മാലക്, നിനക്കെന്തു പറ്റി? വൈഹക്
ഖദ് ഹലക്ത, നിനക്ക് നാശം സംഭവിച്ചിരിക്കുന്നല്ലോ, നീ എന്താണ് ഇങ്ങനെ ആയിട്ടുള്ളത് എന്ന് ചോദിക്കും. അപ്പൊ ആ ശൈത്താൻ പറയും, മുഅ്മിന്റെ ശൈത്താൻ പറയും, ലാ അസ്ലു മഅഹു ഇലാ ഷൈഇൻ, എനിക്ക് ഒരു കാര്യത്തിലും ഈ സത്യവിശ്വാസിയായവനോടൊപ്പം ചേരാൻ സാധിക്കുന്നില്ല. ഇദാ തഅമ ദക്കറ റസ്മല്ലാഹ്, അവൻ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവൻ അല്ലാഹുവിനെ സ്മരിക്കും. വഇദാ ശരിബ ദക്കറ റസ്മല്ലാഹ്, അവൻ വെള്ളം കുടിക്കുകയാണെങ്കിൽ അവൻ അല്ലാഹുവിന്റെ നാമത്തെ ഓർക്കും. വഇദാ നാമ ദക്കറ റസ്മല്ലാഹ്, അവൻ കിടക്കുകയാണെങ്കിലും ഉറങ്ങുകയാണെങ്കിലും അവൻ അല്ലാഹുവിന്റെ നാമം സ്മരിക്കും. വഇദാ ദഖല ബൈതഹു ദക്കറ റസ്മല്ലാഹ്, അവൻ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും അവൻ അല്ലാഹുവിനെ സ്മരിക്കും. അതുകൊണ്ട് ഒരു കാര്യത്തിലും അവനോടൊപ്പം ചേരാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറയും. ഫയഖൂലുൽ ആഖർ, ആ കാഫിറിന്റെ ശൈത്താൻ പറയും, ലാകിന്നി, പക്ഷെ ഞാൻ ആകുലു മിൻ തആമിഹി, അവന്റെ ഭക്ഷണത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കുന്നുണ്ട്. വഅശ്റബു മിൻ ശറാബിഹി, അവന്റെ പാനീയങ്ങളിൽ നിന്ന് ഞാനും കുടിക്കുന്നുണ്ട്. വഅനാമു അലാ ഫിറാശിഹി, അവനോടൊപ്പം അവന്റെ കിടപ്പറയിൽ ഞാനും കിടക്കുന്നുണ്ട്. ഫഹാദാ ഷാഹിബുൻ വഹാദാ മഹ്സൂലുൻ, ഇത് ലഭിക്കാത്തതുകൊണ്ടാണ് മുഅ്മിനിന്റെ ശൈത്താൻ ഇതുപോലെ ദുർബലനായി പോയിത്തീരുന്നത്. സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമം സ്മരിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു കാര്യത്തിലും പിശാചിന്റെ പ്രേരണ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇദാ ദഖല അർ-റജുൽ ബൈതഹു, ഒരു വ്യക്തി അവന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഫദക്കറ അല്ലാഹ്, അവൻ അല്ലാഹുവിനെ സ്മരിച്ചു, ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞു. ഇൻദ ദുഖൂലിഹി, പ്രവേശിക്കുന്ന സമയത്ത്, വഇൻദ തുആമിഹി, അവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. ഖാല ശൈത്താൻ, അവന്റെ കൂടെയുള്ള ശൈത്താൻ പറയും, ലാ മബീത ലക്കും വലാ അശാ, ബാക്കിയുള്ള പിശാചുക്കളോട് ഇവനോടൊപ്പം ഇന്ന് രാത്രി താമസിക്കാൻ സാധിക്കില്ല, ഇവനോടൊപ്പം നിങ്ങൾക്ക് നീ ഭക്ഷണമില്ല. വഇദാ ദഖല ഫലം യദ്കുരില്ലാ, അവൻ അല്ലാഹുവിനെ ഓർക്കാതെയാണ് വീട്ടിൽ പ്രവേശിക്കുന്നതെങ്കിൽ ഇൻദ ദുഖൂലിഹി ഖാല ശൈത്താൻ, ശൈത്താൻ പറയും, അദ്റത്തുൽ മബീത്, ഇതായി നിങ്ങൾക്ക് ഇന്ന് രാപാർക്കാനുള്ള താമസ സൗകര്യം ഉണ്ട്. വഇദാ ലം യദ്കുരില്ലാ ഇൻദ തുആമിഹി, അവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ സ്മരിച്ചിട്ടില്ല എങ്കിൽ ഖാല അദ്റത്തുൽ മബീത വൽ അശാ, ഇതാ നിങ്ങൾക്ക് ഇവിടെ താമസ സൗകര്യമുണ്ട്, നിങ്ങൾക്ക് ഇതാ ഭക്ഷണവുമുണ്ട് എന്ന് പിശാച് പറയും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാമം എന്നുള്ളത്, ബിസ്മില്ലാഹ് എന്നുള്ളത് നമ്മുടെ ഒപ്പമുള്ള പിശാചിനെ ഏറ്റവും ദുർബലപ്പെടുത്തുന്ന, ശോഷിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് പങ്കു നൽകാതെ, നമ്മുടെ താമസത്തിൽ നിന്ന് പങ്കു നൽകാതെ, നമ്മുടെ പാനീയങ്ങളിൽ നിന്ന് പങ്കു നൽകാതെ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴാകട്ടെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാവട്ടെ, വസ്ത്രം ഊരുമ്പോഴാകട്ടെ, ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോഴാകട്ടെ, രാത്രി കിടന്നുറങ്ങുമ്പോഴാകട്ടെ, ഏത് സന്ദർഭത്തിലും ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്ദർഭത്തിലുള്ള ദുആകൾ ഉച്ചരിക്കുന്നതോടുകൂടി നമ്മുടെ കൂടെയുള്ള, അഥവാ ഒരു സത്യവിശ്വാസിയുടെ കൂടെ ഉണ്ടാകുന്ന ശൈത്താൻ, സത്യവിശ്വാസിയുടെ ശൈത്താൻ, അവൻ ദുർബലനായി ശോഷിച്ചു പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അശ്രദ്ധമായി പോയിക്കൊണ്ട് ഈ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കാതിരുന്നാൽ വീണ്ടും വീണ്ടും പാപങ്ങളിലേക്ക് പ്രേരണയേകുന്ന വിധത്തിൽ നമ്മുടെ ശൈത്താൻ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ഒരിക്കലൊരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലായിക്കൊണ്ട് ഒരു വാഹനമൃഗത്തിൽ യാത്ര ചെയ്യുകയാണ്. പെട്ടെന്ന് ആ വാഹനമൃഗം ഒന്ന് ഇളകുകയും കുതിറുകയും ചെയ്തപ്പോൾ ഈ സഹാബി അതിന്റെ പുറത്ത് നിന്ന് താഴെ വീണു. ആ താഴെ വീണ സമയത്ത് ആ സഹാബി പറഞ്ഞു, തഇസ ശൈത്താൻ, പിശാചിന് നാശം, അല്ലെങ്കിൽ പിശാച് നശിക്കട്ടെ എന്ന നിലക്ക് അവൻ പറഞ്ഞുപോയി, നാശമുണ്ടാകട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞുപോയി, തഇസ ശൈത്താൻ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖുൽ തഇസ ശൈത്താൻ, പിശാച് കാരണത്താലാണ് ഇത് ഉണ്ടായത് എന്ന നിലക്ക്, പിശാചിന് നാശം എന്ന നിലക്ക് നീ ഈ വാക്ക് പറയരുത്. എന്നിട്ട് പറഞ്ഞു, ഫഇന്നക ഇദാ ഖുൽത ദാലിക, നീ അങ്ങനെ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തആലമ ഹത്താ യകൂന മിസ്ലൽ ബൈത്ത്, ആ പിശാച് ആ അഹങ്കാരം കൊള്ളും, പെരുമ നടിക്കും, ഒരു വലിയ കെട്ടിട സമാനം അവൻ പെരുമ നടിക്കും. എന്നിട്ട് അവൻ പറയും, ബിഖുവ്വതി, എന്റെ ശക്തി കൊണ്ടാണ്, എന്റെ കഴിവ് കൊണ്ടാണ് അവന് സംഭവിച്ചത്, അവനത് അംഗീകരിച്ചിരിക്കുന്നു എന്ന നിലക്ക് പിശാച് പറയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിൻ ഖുൽ, പക്ഷെ നീ പറയുക, ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമം കൊണ്ട് എന്ന് നീ പറയുക, ബിസ്മില്ലാ എന്ന് നീ പറയുക. ഫഇന്നക ഇദാ ഖുൽത ദാലിക്, നീ ബിസ്മില്ലാ എന്ന വാക്കാണ് പറയുന്നതെങ്കിൽ, തസാഗറ ഹത്താ യകൂന മിസ്ല ദുബാബ്, ഒരു പാറ്റയോളം ചുരുങ്ങിപ്പോകുന്ന, നിന്ദ്യമായി പോകുന്ന അവസ്ഥയിലാണ് പിശാച് മാറുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. അതേ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിക്കുന്ന ബിസ്മില്ലാ എന്ന വാക്കിന് അത്രയധികം പ്രഹരമേൽപ്പിക്കാൻ പിശാചിന് മേലെ സാധിക്കും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഓരോ മേഖലയിലും, ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ബിസ്മില്ലാ എന്നുള്ള വാക്കുകൊണ്ട് നാം തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ശൈത്താൻ, ഓരോ മനുഷ്യനോടൊപ്പമുള്ള ആ ശൈത്താൻ, സത്യവിശ്വാസിയുടെ കൂടെയുള്ള ആ ശൈത്താൻ ദുർബലപ്പെട്ടു പോകുന്ന, ശോഷിച്ചു പോകുന്ന, കഠിനമായ പ്രഹരമേൽക്കുന്ന, ശിക്ഷയേൽക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താനിന് അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, അല്ലാഹുവിൽ ബലമേൽപ്പിക്കുന്ന ആളുകളുടെ മേലെ ഒരു അധികാരവും നൽകിയിട്ടില്ല. അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, യഥാർത്ഥ സത്യവിശ്വാസം ഉൾക്കൊള്ളുന്ന, അല്ലാഹുവിൽ ബലമേൽപ്പിക്കുന്ന ആളുകളുടെ മേലെ പിശാചിന് യാതൊരുവിധ സ്വാധീനവുമില്ല, യാതൊരു വിധത്തിൽ പ്രേരണ ഏൽപ്പിക്കാനും സാധിക്കുകയില്ല. അതുകൊണ്ട് നാം തന്നെ നമ്മുടെ പിശാചിന് വളം നൽകുന്ന, ഭക്ഷണം നൽകുന്ന, പാനീയം നൽകുന്ന, ശക്തിപ്പെടുത്തുന്ന അവസ്ഥ നമ്മളിൽ ഉണ്ടാകരുത്. ബിസ്മില്ലാ എന്നുള്ള ഈ വാക്ക്, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിക്കുക എന്നുള്ളത്, അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടുള്ള ഈ വാക്ക്
ഓരോ മേഖലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഓരോ മേഖലയിലും നാം ശ്രദ്ധയോടുകൂടി പറയുകയും ചെയ്യുക. അള്ളാഹു പിശാചിന്റെ ശർറുകളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ.